Hello everyone, welcome back to my channel. My name is Anandi and today we are going to be watching the Mama OT birthday special mashup by Linto Korean after the Dulquer Salman birthday mashup. Literally, this was highly requested and I am super excited. Let's watch this. Someone standing and not saying a word, you have to tell that this man leads or he commands respect. Mammootty Garu has that aura of it. ആകാശം മുട്ട് ഒരു നടന്റെ ശബ്ദഗാംഭീര്യവും അതിന്റെ വിനിമയവും ഒക്കെ സംഭവിക്കുന്നത് കാണുന്നുണ്ട്. അയാൾക്ക് സിനിമയാണ് അയാളുടെ ജീവിതം, സിനിമയാണ് അയാളുടെ നിശ്വാസം, ആശ്വാസം, എല്ലാം അയാൾക്ക് സിനിമയാണ്. லவ் நாட் டு ஆக்ட் ஆன் தி ஸ்க்ரீன். ஒரு காட்சியில நடிக்காம எப்படி நிக்கிறதுங்கிறது வந்து மம்முட்டி சார் தெரியும். அதுதான் மம்முட்டி கேம் காஸ் ஆக்டர் ஆகாது. ஐ திங்க் ஹி மேட் வண்டர்ஸ். ഏത് തിരക്കഥാകൃത്തും മോഹിച്ചു പോകും ഇങ്ങനെ ഒരു നടൻ. കൂറിയതേതാം തിരുമ്പവും സൊല്ലുകേൻ മമ്മൂട്ടി ചിറந்த നടികർ. അയാൾ എവർഗ്രീനായി നിൽക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ ഒരു ആവേശത്തിന്റെ ഭാഗമാണ്. കണ്ണി മണ്ണ് വാരിട്ടിട്ടുള്ള ആമ്പിളർ വല്ലതേ ഇതിനോ കൂടിക്കിടങ്ങാനിയോ അയ്യേ ഇവരാണോ പരിക്കാൻ വന്ന കഴുവാടവനെ അമ്പം വണ്ടി ഇവിടെ എങ്ങനെ വല്ല തണുപ്പുണ്ടോ? പിന്നെ ഓടി വാടോ. നാട്ടുകാരെ പോയി മോഹൻലാലിനെ കൊണ്ടുവരാൻ വെച്ചിട്ട് കോട്ടയം കുഞ്ഞിട്ട് നാട്ടുകാരെ പറ്റിക്കുകയല്ല. ആഹാ അപ്പൊ കാണുമല്ലോ. മോഹൻലാലേ അവൻ എങ്ങനെ എന്നെ അറിയാൻ? മമ്മൂട്ടി മമ്മൂട്ടിയെ പോലെ നടക്കുക, മമ്മൂട്ടിയെ പോലെ ഇരിക്കാന്ന് പറയുമ്പോ എനിക്ക് അസൂയൊന്നുമില്ല കേട്ടോ. മറ്റുള്ളവർക്ക് അസൂയ തോന്നുമ്പോ എനിക്ക് അസൂയ ഉണ്ടാവും. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഈ പൂരങ്ങളുടെ കാണാത്ത പെണ്ണാണെങ്കിലും 2 മിനിറ്റ് കൊണ്ട് ഞാൻ എന്തോരം സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി. നിനക്ക് ഞാൻ വെച്ചിട്ടുള്ള കോവാനാ. ഇവർക്കൊക്കെ നിർബന്ധമാണെങ്കിൽ അങ്ങനെ. ഒരു സംശയം ചോദിച്ചു, ഇതെന്താ സംഭവം? ഇഷ്ടപ്പെട്ടില്ലേ പോവാൻ പറ. കൈകളെ തരിപ്പ് തീർന്നില്ല. താങ്ക് യു, നന്ദി, നമസ്കാരം. വിത്രം ബലം പിടുത്തം വേണ്ട ചാത്തം. എന്റെ ചക്കരയെ വഴിവെട്ടാൻ പോയിട്ടല്ലേ ഉള്ളൂ, ഇനിയാണ് അടി. ഇതെങ്ങനെയാണ് ഈ ഫയർ കൊണ്ടുകൊടുക്കുന്നത്? ആർത്തിയാണല്ലേ, കാശിനോടല്ല. മമ്മൂട്ടി എന്ന് പറയുന്നത് അഭിനയത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്. ഇന്നെടുത്ത് ഒരുത്തന്റെ കയ്യിൽ ഇങ്ങനെ തിരക്കഥ ഉണ്ടെന്ന് കേട്ടാൽ അയാളെ വിളിപ്പിച്ച് കൊണ്ടുവന്നിട്ട് അത് പരീക്ഷിക്കാൻ തയ്യാറാണ്. അവള് പടങ്ങൾ പണി അവർക്ക് നടിക്കുമല കൂടി വെറിയില്ല. Mammootty is an extremely talented actor. He is an actor with minimum possible expressions, minimum possible gesticulations, can give you the best possible results. He's done film like Vidhe and Pondanmada both in the same year. That's a very difficult thing to do. ക്ലാപ്പ് അടിച്ചെടുക്കുമ്പോൾ ഫുൾ ഇമോഷൻ ആക്ഷനും കട്ടിനും ഇടയ്ക്ക് പെട്ടെന്ന് പകർന്നാടുക എന്ന് പറഞ്ഞാലുള്ള அந்த ஒரு கிளாப் அடிக்கிற ஒரு செகண்ட்ல அவ்வளோ ஒரு கமாண்ட், அவ்வளோ கண்ட்ரோல். டயலாக் இல்லாமல், டிராமா இல்லாமல், ரொமான்சஸ்ல ஒரு ஆடியன்ஸை கொண்டு போய் கொடுத்துருவேன்னு ஒரு நடிகர் கிடைக்கிறப்ப எனக்கு பயங்கரமான சுதந்திரம் வருது. ഒരു വോയിസ് കൺട്രോൾ ആണ്. നമ്മുടെ ഇമോഷൻസ് എങ്ങനെ വോയിസിൽ കൊണ്ടുവരാം, ഇതെല്ലാം മമ്മൂക്കാണ് എനിക്ക് പറഞ്ഞത്. യാമരുந்த നടികരിലെ മമ്മൂട്ടി പോൽ എന്ന് നാങ്ങൾ തമിഴിൽ ചൊല്ല വേണ്ടും. ഫേവറേറ്റ് നായകനാണ് മലയാളം ഇൻഡസ്ട്രിയിലെ മമ്മൂട്ടി. ഞാൻ ഭയങ്കര വലിയൊരു മമ്മൂക്ക ഫാനാണ്. സ്വാഭാവികമായിട്ടും ഞാൻ മമ്മൂക്ക ഫാനായി. ഞാൻ ഭയങ്കര വലിയ മമ്മൂക്ക ഫാനാണ്. മമ്മൂക്ക എന്നുള്ളത് ചെറുപ്പം തൊട്ടുള്ള ഒരു ആവശ്യമായിരുന്നു. ഞാൻ വലിയൊരു മമ്മൂക്ക ഫാനാണ്. ഞാൻ മമ്മൂക്കയുടെ വലിയൊരു ആരാധികയാണ്. കുഞ്ഞിലേ തൊട്ട് ഞാൻ മമ്മൂക്ക ഫാനാണ്. I'm a huge fan of Mammootty sir. Mammootty sir definitely. I'm a big fan of Mammootty sir. Big fan. മലയാളം ഫിലിം ഇൻഡസ്ട്രി के टाइगर के लाइव
മണ്ണാടിയാൽ പൊക്കിങ്ങനെ വന്ന കണ്ടെങ്കിൽ നമ്മള് Kalpati, I remember Rajnikant Garu is in the same scene. Rajnikant has all the best dialogues. In the Dantlo drama, this man is sitting quietly and in between he interrupts. And that's it. And he walks away. The moment it is you forget who the biggest giants of actors in the scene you forget. And that man's presence covers everything else in the scene. ഭയങ്കര പേഴ്സണാലിറ്റി അല്ലേ, അപ്പം ക്യാമറ വെക്കാൻ നേരത്ത് ഹി ഡോമിനേറ്റ്സ് ദ ഫ്രെയിം. That was my first tryst with star. Here is a man who's a star. നമുക്കവിടെ സ്റ്റാർഡം എക്സ്പ്ലോർ ചെയ്യുന്ന സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. തേവള്ളിപ്പറമ്പിൽ ജോസഫ് അലക്സ്. എടാ പുല്ല, ഇത് ഞാനാ നിന്റെ അപ്പൻ. It is as simple as that. ഒരു സെറ്റിങ്ങിന് 2-3 ലക്ഷം വാങ്ങുന്ന സെക്രട്ടറി വക്കീലുണ്ട്. നിങ്ങൾ രണ്ടുപേരും കൂടെ കൂടിയാൽ ഉത്സവം ഒന്ന് കൊഴുക്കൊഴുക്കും. നിന്റെയൊക്കെ ശബ്ദം പൊങ്ങിയാൽ രോമത്തിന് കൊള്ളുവല്ലേ. ഇത് ഹബീബ് പറഞ്ഞ പോലെ നരിയാണേ. അപ്പൊ കച്ചേരി തീരുമാനിച്ചതിന് ശേഷമേ നീ അങ്ങോട്ട് പോകുമല്ലേ? അങ്ങാട്ടെന്നല്ല, എങ്ങാട്ടും. സാറിങ്ങനെ മാനത്തോട്ട് നോക്കി നിൽക്കി പടിഞ്ഞാറൻ കാറ്റത്ത് ഗുണ്ടാക്കി വരുന്നുണ്ടോന്നറിയാം. ആർക്കൽ മാധവനുണ്ണിയാ പറയുന്നേ. ആ പേരിന് ഈ ജന്മം മുഴുവൻ നിന്റെ ഉടയോൻ എന്നൊരർത്ഥം കൂടെ ഉണ്ട്. ഞാൻ ഇച്ചിരി ബലം പിടിച്ചു. പിന്നെ Oh my god. Okay. Anybody, please do recommend any Mammootty films I need to watch. Literally, there's too much content I need to catch up on. Just the way he is on screen, especially that movie with Rajnikant, I absolutely have to watch because he's absolutely correct. Rajnikant is saying all of these things, but the minute you see him, Mammootty on the screen, you're just like, damn. And he only has like 2 dialogues and it just like captivates just the audience. His acting, just really, really nice. He doesn't like his expressions and the way he controls his voice. Damn, holy, this is really, really nice. And he does have a Padma Shri, which rightly so deserves. I feel like he's been doing a lot of movies for like a really long time. They're saying he has like over 400 films. This was made last year, so yeah, over 400 films. That's a lot of films to be in, and yet his only driving force in life is greed to do better. You know, that's crazy. That is crazy. After being this successful, he probably makes a lot of money. His only greed is in to do better every day so they can become a better actor. Phenomenal. So much to learn from him, you know. There's always ways to get better. You need to put in the time, and it is greed. It's not the greed for money. It's the greed to always do better. I love that. I love that. I love how a lot of famous actors now are, you know, they give credit to Mammootty that he is the, you know, the biggest, you know, they're like all fans of him, which is really, really amazing. And it can tell you that great actors recognize other great actors, and clearly he's absolutely phenomenal. And literally in all these different sequences, I'm watching these sequences for the first time. I've never seen a film before from him, so yeah, all of this is a first for me, and absolutely phenomenal. Everything in terms of the acting. He has some action sequences which are also amazing. I love him when he comes out of the water while he does this. That was really, really nice. Everything. I love the way his looks change, especially in recently when he had the whole kurta and he's like punching somebody. I think he's like a villain. Amazing. I can't. This is really, really nice. I don't even think I have words to say of how amazing of an actor he is. That's like an understatement to his acting and his commitment towards the craft. So
Thank you so much for recommending this to me. Also, please do recommend any movies or anything I should catch up in terms of Mammootty's content. I would love to know. And yeah, if you like this video or you have any other recommendations, please do let me know. And please do like and subscribe. And I shall see you in the next one. Bye!